Good morning. Good morning, ma'am. Good morning. Good morning. Okay. ഇന്നലെ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? ഇന്നലെ എടുത്ത ഭാഗങ്ങള് ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ഏതാ എടുക്കേണ്ടത്? നെക്സ്റ്റ് ഏതാ നമ്മൾ എടുക്കേണ്ടത്? മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലേ? നമ്മൾ എന്തൊക്കെയാ ആദ്യം പറഞ്ഞിരുന്നത്? പവർ പോയിന്റ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താ MS Word പറഞ്ഞല്ലേ? MS Word പറഞ്ഞു. ഇനി നെക്സ്റ്റ് എടുക്കേണ്ടതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഓക്കെ. Microsoft Excel is a strong spreadsheet software developed by Microsoft. Underline ചെയ്ത് വെച്ചേ, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാട്ടോ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞാല് ഒരു സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ സ്പ്രെഡ്ഷീറ്റ്, പഠിച്ചിട്ടുണ്ടോ സ്കൂളിലൊക്കെ? പഠിച്ചിട്ടുണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ്? റോസും കോളംസ് ഒക്കെ ഉണ്ടാവൂലേ സ്പ്രെഡ്ഷീറ്റില്? ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അറിയോ സ്പ്രെഡ്ഷീറ്റ് എന്താണെന്നുള്ളത്? കണ്ടോ? സ്പ്രെഡ്ഷീറ്റിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. റോസ് ഉണ്ട്. റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്, ഇങ്ങനെ പറയുന്നതാണ്. റോസ് എന്ന് പറഞ്ഞാല് ഇതാണ്. കോളം എന്ന് പറഞ്ഞാല് ഇങ്ങനെ അടിയിലോട്ടുള്ളതാണ് കോളം. അപ്പോ ഇങ്ങനെ ഡാറ്റകള് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സം കാണാനായിട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓട്ടോ സം ഒക്കെ ഫയലിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ സം കാണാൻ പറ്റും ഓപ്ഷൻ. അത് എന്താണ്? ഇപ്പോ ഒരു ടോട്ടൽ ആയിട്ടുള്ള സം കാണാനായിട്ടൊക്കെ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ കുട്ടികളുടെ ആവറേജ്, ഹയസ്റ്റ്, എക്സാം ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ഹയസ്റ്റ് മാർക്ക് ഏത് കുട്ടികൾക്കാണ്, അതുപോലെ തന്നെ ആവറേജ് എത്ര വരുന്നുണ്ട്, അതുപോലെ എന്താണ് ലോവസ്റ്റ് മാർക്ക് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? സ്പ്രെഡ്ഷീറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ സം കാണാനായിട്ട് ഓട്ടോ സം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? ഒരു എന്താണ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ നമ്മൾ ഡ്രാഗ് ചെയ്യും അല്ലെ? ഒന്ന് വലിച്ചു നീട്ടും അല്ലെ? ഡ്രാഗ് ചെയ്തിട്ടാണ് നമ്മൾ സം കാണാറ്. ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, നോക്കാട്ടോ. Microsoft Excel is a strong spreadsheet software developed by Microsoft. Okay. അടയാളപ്പെടുത്തിയില്ലേ? മൈക്രോസോഫ്റ്റ് ആണ്, മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഈസ് വാസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡാറ്റ മാനേജ്മെന്റ്, അനലൈസ് ആൻഡ് വിഷ്വലൈസേഷൻ. അപ്പോ ഇത് എന്തിനാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്? ഡാറ്റ മാനേജ് ചെയ്യാനായിട്ട് അല്ലെ? ഡാറ്റ മാനേജ്മെന്റിന്, അതുപോലെ തന്നെ അനാലിസിസിന്, അതുപോലെ തന്നെ എന്താണ് വിഷ്വലൈസേഷന്. നമ്മളിപ്പോ എന്താണ് ഒരു ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാണ്, കുറവ് മാർക്ക് കിട്ടിയത് ആർക്കാണ്, അത് നമ്മളെ സം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൈ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ചാർട്ട് രൂപത്തിൽ നമുക്ക് അവിടെ കാൽക്കുലേഷൻ നടത്താം അല്ലെ? നമുക്ക് എന്താണ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ട് ചാർട്ടും അതിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ. ഇനി എന്താണ്? ഹിയേഴ്സ് എ ഷോർട്ട് നോട്ട് ഓൺ MS Excel. ഇനി കൊടുത്തിരിക്കുന്നത് നോക്കിയേ, MS Excelന്റെ ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ അല്ലെ? നമ്മൾ പറഞ്ഞു എന്താണ് സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? റോസും കോളംസ് ഉണ്ടാവും. അത് നമുക്ക് സമ്മ് കാണാം, കാൽക്കുലേഷൻസ് ചെയ്യാം അല്ലെ? ഇപ്പോ പറഞ്ഞല്ലേ നമ്മള് എക്സാം കണ്ടക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആവറേജ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എക്സൽ പ്രൊവൈഡ്സ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്
for generating and organizing the data in a tabular format. Users can form worksheet, input data, and customize the layout, formatting, and formulas to meet their specific requirements. എന്താണ് ഈ സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടാബുലർ ഫോർമാറ്റ് എന്ന് കൊടുത്തിട്ടില്ലേ, അതൊന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. ടാബുലർ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റോസും കോളംസും ഉപയോഗിച്ച് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതാണ് ടാബുലർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാല്. നമ്മൾ കണ്ടില്ലേ റോസ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടില്ലേ എന്താണ് ഇത് റോസും കോളംസും. അപ്പൊ അത് റോസും കോളംസും ഉപയോഗിച്ചിട്ട് ഡാറ്റകള് ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് ടാബുലർ ഫോർമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവരെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടയാളപ്പെടുത്തി വെക്കാം. റോസും കോളംസും ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതാണ് ടാബുലർ ഫോർമാറ്റ്. അതുപോലെ തന്നെ എന്താണ് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയാൻ പറ്റും അല്ലെ. MS Excel എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള ഡാറ്റകൾ ഓർഗനൈസ് ചെയ്യുന്ന ഇന്റർഫേസ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ യൂസേഴ്സിന് വർക്ക്ഷീറ്റുകള്, അതുപോലെ തന്നെ ഇൻപുട്ട് ഡാറ്റ, അതുപോലെ ലേഔട്ട്, ഫോർമാറ്റിംഗ്, ഇതൊക്കെ എക്സൽ തരുന്ന ഓപ്ഷൻസ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷനിൽ പറയുന്നത്. ടാബുലർ ഫോർമാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ടാബുലർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റോസും കോളംസും ഉപയോഗിച്ചിട്ട് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് ടാബുലർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, സെക്കൻഡ് വൺ ആണ് ഡാറ്റ അനാലിസിസ്. എക്സൽ ഓഫേഴ്സ് a wide scope of functions, formulas, and data analysis tool that make users able to carry out complex calculations, statistical analysis, and mathematical operations on large data sets. It simplifies the task like sorting, filtering, and summarizing data, make it a necessary tool for data-driven decision making. എന്താണ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാല് ഈ MS Excel എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ് ഫോർമുല വെച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ടാസ്കുകൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരുന്നുണ്ട് അല്ലെ. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സോർട്ടിങ് അല്ലെ, സോർട്ടിങ് വരുന്നുണ്ട്, ഫിൽറ്ററിങ് വരുന്നുണ്ട്, ഡാറ്റ സമ്മറൈസിങ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതാണ് ഡാറ്റ അനാലിസിസിൽ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഫോർമുല വെച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ചില ടാസ്കുകൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് സോർട്ടിങ്, ഫിൽറ്ററിങ്, സമ്മറൈസിങ് ഡാറ്റ, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഇനി എന്താണ് ഈ നെക്സ്റ്റ് വൺ ആണ് formulas and functions. Excel's extensive library of built-in formulas and functions permit users to carry out calculations on data automatically. എന്താ പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പോ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഹയസ്റ്റ് മാർക്ക് ഏത് കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്, ആവറേജ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോഴ്സുകൾ കിട്ടിയിരിക്കുന്ന സ്റ്റുഡൻസ് ഏതൊക്കെയാണെന്നുള്ളതിന് നമുക്ക് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അവരുടെ സം കാണാൻ പറ്റും. അതുപോലെ സം കാണുന്നത് എന്താണ് രണ്ട് ഓപ്ഷൻസ് ആണ് അല്ലെ. ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഫയലിൽ പോയി ആ ഫയലിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ സം കിട്ടും. ആ ഓട്ടോ സം ചില ഫോർമുലാസ് നമ്മൾ A1 B1 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോളത്തിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട് നെയിം ഒക്കെ കൊടുത്തിട്ട് എഴുതുന്നത് ഓർമ്മയുണ്ടോ? സ്കൂളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഫോർമുല ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ സം കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാൽക്കുലേഷൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എന്താണ് എക്സലിലൂടെ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി എന്താണ് നാലാമത്തെ പറയുന്നത് ഡാറ്റ വിഷ്വലൈസേഷൻ. Excel provides strong charting tools that permits users to put forward data visually through different types of charts, graphs, and pivot tables.
This makes it easier to explain and communicate complex data patterns, trends, and relationship. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് നമ്മളൊരു ടേബിൾ ഇപ്പോ നമ്മള് എന്താണ് കാൽക്കുലേഷൻ ചെയ്തു എങ്കിൽ അതിന്റെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ സാധ്യമാകില്ലേ? ചാർട്ട്സ് ഗ്രാഫ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സ്പ്രെഡ്ഷീറ്റ് വഴി കാൽക്കുലേഷൻ ചെയ്ത് അതിന്റെ കാൽക്കുലേഷന്റെ ചാർട്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനോ ഒക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എക്സല് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് last one, sorry, fifth one, okay, data management. Excel lets users efficiently manage and manipulate large volume of data. It offers features such as sorting, filtering, data validation, data consolidation, and data import or export, making users able to organize and utilize the data effectively. എന്താ പറയുന്നത്? ഈ എക്സൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡാറ്റ, ലാർജ് ഡാറ്റയെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, കൈകാര്യം ചെയ്യാനായിട്ട്. മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ ആയാലും അതുപോലെ തന്നെ സം കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട്, സിംപ്ലിഫൈ ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ലാർജ് വോളിയം ഓഫ് ഡാറ്റനെ കൈകാര്യം ചെയ്തു തരുന്നുണ്ട്. അതുപോലെ എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? സോർട്ടിങ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോർട്ടിങ്, ഫിൽറ്ററിങ്, വാലിഡേഷൻ, ഡാറ്റ കൺസോളിഡേഷൻ, അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഡാറ്റ ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഒക്കെയാണോ ഡാറ്റ മാനേജ്മെന്റ്? എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അവർ ഓഫർ ചെയ്യുന്നത്? അതിലൂടെ ഓഫർ ചെയ്യുന്നത് സോർട്ടിങ്, ഫിൽറ്ററിംഗ്, ഡാറ്റ വാലിഡേഷൻ, അതുപോലെ ഡാറ്റ കൺസോളിഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ തരുന്നതിലൂടെ നമുക്ക് ഡാറ്റകള് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ലാസ്റ്റ് വൺ നോക്കിയേ. ലാസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻഷ്യൽ അനാലിസിസ്. എക്സൽ is extensively used in financial analysis and modeling. It offers specialized functions for financial calculations like NPV. NPV എന്താണ്? അടിയിൽ വരച്ച ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. NPV, expand NPV എന്നൊക്കെ ചോദിക്കാം. NPV എന്ന് പറഞ്ഞാല് നെറ്റ് പ്രസന്റ് വാല്യൂ. അതുപോലെ തന്നെ IRR, internal rate of return, and financial forecasting. It is widely used in budgeting, financial planning, and investment analysis. അപ്പൊ എന്താ പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? രണ്ട് ഫേമസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് എക്സലില് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? NPV ഉണ്ട്, അതുപോലെ തന്നെ IRR ഉണ്ട്. NPV എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രസന്റ് വാല്യൂ. IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ രണ്ട് കാൽക്കുലേഷൻസ് എന്താണ്? രണ്ടും എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേഷൻ മെത്തേഡുകളാണ്. NPVയും IRR എന്ന് പറയുന്നത് കാൽക്കുലേഷൻ മെത്തേഡുകളാണ്. ഈ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റ് റിപ്പോർട്ടുകളിൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. മനസ്സിലായോ? ഈ രണ്ട് മെത്തേഡുകളും ഉപയോഗിച്ചിട്ടാണ് ബഡ്ജറ്റ് റിപ്പോർട്ടില് ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനും ഒക്കെ ഈ രണ്ട് മെത്തേഡുകൾ വഴിയാണ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനും ഒക്കെ ഈ രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഫിനാൻഷ്യൽ അനാലിസിസിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്? നമ്മൾ കാൽക്കുലേഷൻ മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞല്ലേ? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. NPV, നെറ്റ് പ്രസന്റ് വാല്യൂ, അതുപോലെ തന്നെ എന്താണ്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, IRR. ഈ രണ്ട് മെത്തേഡുകളും ഉപയോഗിച്ചിട്ടാണ് ബഡ്ജറ്റ് റിപ്പോർട്ടില് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിലും ഡാറ്റകള് അനലൈസ് ചെയ്യുന്നത് ഈ രണ്ട് മെത്തേഡുകളും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ ആണോ? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? എക്സലിൽ എന്തൊക്കെയാ പറഞ്ഞത്?
സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണല്ലേ എക്സൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്? ഡാറ്റ മാനേജ്മെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അടയാളപ്പെടുത്തി വെക്കുക. ഡാറ്റ മാനേജ്മെന്റ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ, ഈ 3 കാര്യങ്ങൾക്കുമാണ് ഇത് വാസ്റ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്, കൂടുതലും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെ, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലിയുമാണ്. അതുപോലെ തന്നെ ടാബുലർ ഫോർമാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ടാബുലർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോസും കോളംസും ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ യൂസേഴ്സിന് വർക്ക്ഷീറ്റുകൾ, അതുപോലെ തന്നെ ലേ ഔട്ട്, അതുപോലെ തന്നെ എന്താണ് ഫോർമാറ്റിംഗ്, ഇതൊക്കെ എക്സൽ തരുന്ന ഓപ്ഷൻ ആണ്. ഇനി എന്താണ് ഡാറ്റ അനാലിസിസ് അല്ലെ. ഡാറ്റ അനാലിസിസിലും ചില കാര്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർമുല വെച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ചില ടാസ്കുകൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്, നമ്മൾ പറഞ്ഞ പോലെ എക്സാം കാണാനായിട്ട്. അതുപോലെ ഡ്രാഗ് ചെയ്യാം, പിന്നെ ആവറേജ് മാർക്കുകൾ കണ്ടെത്താൻ, അതുപോലെ ഹയസ്റ്റ് മാർക്കുകൾ കണ്ടെത്താൻ. എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഹയസ്റ്റ് മാർക്കുകൾ കണ്ടെത്തും നമ്മള്, ആവറേജ് ആയിട്ടുള്ള മാർക്കുകൾ, അതുപോലെ ലോവസ്റ്റ് ആയിട്ടുള്ള മാർക്കുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാർക്കുകളൊക്കെ കണ്ടെത്താനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സ്പ്രെഡ്ഷീറ്റ് വഴിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ അല്ലെ. നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാഫിക്സ് ആയിട്ട് ഇപ്പൊ ചാർട്ടുകളോ ഗ്രാഫുകളോ ഒക്കെ നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ചാർട്ടുകളും നമുക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഡാറ്റ മാനേജ്മെന്റ് അല്ലെ. ഇങ്ങനെയുള്ള ലാർജ് വോളിയം ഓഫ് ഡാറ്റകൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ അത് ഓഫർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെയാണ്? സോർട്ടിങ് വരുന്നുണ്ട്, ഫിൽറ്ററിങ്, ഡാറ്റ വാലിഡേഷൻ, ഡാറ്റ കൺസോളിഡേഷൻ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സിലൂടെ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് കേട്ടോ അത്. എന്താണ് 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. NPV പറയുന്നുണ്ട്, IRR പറയുന്നുണ്ട്. NPV എന്ന് പറഞ്ഞാല് നെറ്റ് പ്രസന്റ് വാല്യൂ, IRR എന്ന് പറഞ്ഞാല് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കാൽക്കുലേഷൻ മെത്തേഡുകളാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് റിപ്പോർട്ടില് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 മെത്തേഡുകളും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനും വേണ്ടിയിട്ട് ഈ 2 മെത്തേഡുകൾ, ഡാറ്റ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ഈ 2 മെത്തേഡുകളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. കിട്ടിയോ അത്? ഓക്കെ അല്ലേ? ഇനി നോക്കേ, ഇൻ ഷോർട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ manifested and widely used in spreadsheet software that facilitates data management, analysis and visualization. It is wide features, formulas and functions make it an invaluable tool for business, finance professionals, analysts, researchers and individuals who works with data. എന്താ പറയുന്നത്? ഇത്തരത്തില് നല്ല രീതിയിൽ സ്പ്രെഡ്ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡാറ്റ മാനേജ്മെന്റ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡാറ്റ മാനേജ്മെന്റ്, അനലൈസ്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ഒക്കെ കൂടുതലായിട്ടും സ്പ്രെഡ്ഷീറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാ പറഞ്ഞത്? അതുപോലെ തന്നെ ബിസിനസ് പ്രൊഫഷണൽസിനും, അതുപോലെ അനലിസ്റ്റുകൾക്ക്, റിസർച്ചേഴ്സിന്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽസിനൊക്കെ എന്താണ് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പ്രൊഫഷണൽസിനായാലും ബിസിനസ് പരമായിട്ടും റിസർച്ചേഴ്സിനായാലും ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കൂ കേട്ടോ എക്സൽ.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കി, എക്സല് ഹോസ്പിറ്റലുകളിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. ഓക്കെ, MS Excel offers strong tools for controlling and analyzing vast amount of data. Hospital records, patient information, financial data, and inventory management can all be efficiently planned and stored in Excel spreadsheets. The software's functionalities like storing, filtering, and data validation make us able to effectively find and analyze data, providing valuable insights for decision making and resources allocation. അപ്പോ എന്താണ് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് ആണ് ഡാറ്റ മാനേജ്മെന്റ് അനലൈസ്. അപ്പോ ഇതിൽ പറയുന്നത്, നമ്മൾ പറഞ്ഞു MS ഫീൽഡിലെ എക്സലില് MS എക്സലിൽ എന്താണ്, വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് വെച്ചിട്ടുണ്ടാവും? ഈ MS എക്സലില് കുറെ അല്ലെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡാറ്റകളാവാം? ഹോസ്പിറ്റലില് റെക്കോർഡ്സ് അല്ലെ, ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിന്റെ വിവരങ്ങളാവാം, അതുപോലെ പേഷ്യന്റ് ഇൻഫർമേഷൻസ് ആവാം, ഫിനാൻഷ്യൽ ഡാറ്റ ആവാം, ഇൻവെന്ററി മാനേജ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങളാവാം. അപ്പോ ഇതൊക്കെ എന്താണ്, ഒരുപാട് ഈ വിവരങ്ങളൊക്കെ എക്സലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതകളായിട്ടുള്ള എന്താണ്, സോർട്ടിങ്, അതുപോലെ ഫിൽറ്ററിങ്, അതുപോലെ ഡാറ്റ വാലിഡേഷൻ, ഇതൊക്കെ ഡാറ്റ എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിനും സഹായിക്കുന്നുണ്ട്. കിട്ടിയോ? മനസ്സിലായോ? ഈ ഡാറ്റകൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ്, ഡാറ്റ എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അതാണ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനലൈസ് എന്ന് പറയുന്നത്. കിട്ടിയോ? MS എക്സലില് കുറെ എമൗണ്ട് ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഹോസ്പിറ്റൽ രീതിയിൽ എന്തൊക്കെ ഡാറ്റകളാവാം? ഹോസ്പിറ്റലിലെ റെക്കോർഡ്സുകളാവാം, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ആവാം, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഡാറ്റകളാവാം, ഇൻവെന്ററി അല്ലെ, മെറ്റീരിയൽസ് പരമായിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഇൻഫർമേഷൻസ് ആവാം. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഇൻഫർമേഷൻസ് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? നല്ല രീതിയിൽ ഡാറ്റകള് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൽ നിന്ന് അവർക്ക് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതാണ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനലൈസ്. ഓക്കെ, ഇനി എന്താണ്? ഇനി എന്തിലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. Excel can be put in use to create appointment schedules, track patient appointments, and organize doctor's schedule. എന്താണ്? പേഷ്യന്റ് ക്രിയേറ്റ് എന്താണ്, ട്രാക്ക് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ തന്നെ ക്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഓർഗനൈസ് ഡോക്ടേഴ്സ് ഷെഡ്യൂൾസ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പേഷ്യന്റിന്റെ ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റില് അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇൻഫർമേഷൻസ് അല്ലെ പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ്, ഓർഗനൈസ്ഡ് ഡോക്ടേഴ്സ് ഷെഡ്യൂള്. ഇപ്പൊ 3 കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സല് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റിൽ പറയുന്നത് കേട്ടോ. 3 കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഇനി എന്താണ്? ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഓക്കെ, Excel's calculation features and formulas make it a typical tool for budgeting and financial analysis in a hospital setting. By forming spreadsheet for budget planning, expense tracking, revenue projections, and cost analysis,
we can better handle finance, identify area of improvements and make informed financial decisions. അപ്പൊ എക്സൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്? എന്തൊക്കെയാണ്? സ്പ്രെഡ്ഷീറ്റ് വഴി ബഡ്ജറ്റ് പ്ലാനിങ് നടത്താൻ പറ്റുമല്ലോ നമുക്ക്. ബഡ്ജറ്റ് പ്ലാനിങ് നടത്താം. അതുപോലെ എന്താണ്? എക്സ്പെൻസസ് നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ എന്തൊക്കെയാണ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ബഡ്ജറ്റുകള് കുറെ എന്താണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരില്ലേ? അതിനൊക്കെ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പ്ലാനിങ് നടത്താം. അതുപോലെ റവന്യൂ പ്രൊജക്ഷൻസ്, കോസ്റ്റ് അനാലിസിസ് ഒക്കെ നമുക്ക് ഈ എക്സലിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഫിനാൻസുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസിൽ പറയുന്നത്. ക്ലിയർ ആണോ? എന്തൊക്കെയാ പറഞ്ഞത്? നമുക്ക് എന്തൊക്കെയാണ്? ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യാം, അതുപോലെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാൻ പറ്റും, റവന്യൂ പ്രൊജക്ഷൻസ് നടത്താം, അതുപോലെ കോസ്റ്റ് അനാലിസിസ് അല്ലെ, ഇവയൊക്കെ എക്സലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ നോക്കിയേ, ഇൻവെന്ററി മാനേജ്മെന്റ്. Excel can be used to find and manage inventory, which includes medical supplies, equipments, and pharmaceuticals. By keeping correct records of stock levels, expiry dates, and reordering thresholds, we can avoid scarcity or overstocking, optimize inventory turnover, and reduce cost. എന്താ പറയുന്നത്? എന്താണ്? മെഡിക്കൽ സപ്ലൈസ് അല്ലെ, മെറ്റീരിയൽസ് ഉണ്ടാവും ഹോസ്പിറ്റൽസിൽ, അതുപോലെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ പരമായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. എന്നിവ ഉൾപ്പെടുന്ന ഇൻവെന്ററീസ് എന്ത് ചെയ്യണം? ഇൻവെന്ററീസ് അതിന്റെ കാര്യങ്ങള് മാനേജ് ചെയ്യാം, അതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സ്പ്രെഡ്ഷീറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് സ്റ്റോക്ക് ലെവൽ അറിയാൻ പറ്റും അല്ലെ. അതുപോലെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ടേൺ ഓവർ, ഇൻവെന്ററി ടേൺ ഓവർ നമുക്ക് ഒപ്റ്റിമൈസ് ആക്കാനായിട്ട് പറ്റും, മാക്സിമം ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഓരോന്നിന്റെയും കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഈ സ്പ്രെഡ്ഷീറ്റിലൂടെ സാധിക്കുന്നുണ്ട്, എക്സൽ വഴി കഴിയുന്നുണ്ട്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ 4 കാര്യങ്ങളും.
ഓക്കെ ആണോ 4 കാര്യങ്ങളും? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കി ഇന്റർനെറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ ഇന്റർനെറ്റ്. ഓക്കെ. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ആസ് റിവോൾവ് 1 മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ് മിസ്സിന് ചുമ വന്നിട്ട് ഇത്തിരി വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, നമുക്ക് നോക്കിയാലോ ഇന്റർനെറ്റ് കേട്ടോ. നോക്കിയേ, കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് revolutionized the people's way to connect and interact globally. It has opened up a multitude of meeting place for quick and convenient communication. എന്താ പറഞ്ഞത്? ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നത് എന്താണ്? ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ് അല്ലെ. ഗ്ലോബലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണെന്ന് പറയാൻ പറ്റും അല്ലെ. എന്താണ്? ധാരാളം ആളുകൾക്ക് ഏത് കോണ്ടിനെന്റിൽ ഇരുന്നായാലും എന്താണ്, ഏത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് എന്താണ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. അതുപോലെ വീഡിയോസ്, ഓഡിയോസ്, അങ്ങനെ ഇമേജസ്, പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോ ഇൻഫർമേഷൻസ് ഏത് സമയത്ത് വേണമെങ്കിലും എന്താണ് ഇപ്പോ പല കോണ്ടിനെന്റിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, അടിയിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ്. നോക്കിയേ, ഇന്റർനെറ്റിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? Email. Email is one of the most vastly used method of internet communication. It permits users to send and receive messages, document and multimedia content rapidly and securely. Email provides a flexible and a സിൻക്രോണസ് എന്നാണ് കേട്ടോ. സിൻക്രോണസ് കാര്യക്ഷമത എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ. സിൻക്രോണസ് mode of communication permitting individuals and business to communicate effectively across different time zones. എന്താ പറയുന്നത്? ഇമെയിൽ അല്ലെ, ഇന്റർനെറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഇമെയിൽ പറയുന്നത്. ഇമെയിൽ എന്നാൽ എന്താണ്? ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മള് ഇമെയിലാണ് അല്ലെ. ഇമെയിൽ വഴിയാണ് ഇൻഫർമേഷൻസ് ഒക്കെ കൈമാറുന്നത്. അപ്പൊ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇമെയിലാണ്. അപ്പൊ അത് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? ഡോക്യുമെന്റുകള്, ഇമേജസുകള് അല്ലെ, നമ്മൾ പറഞ്ഞു വീഡിയോസ്, ഓഡിയോസ് എന്നിവ വേഗത്തിലും സുരക്ഷിതമായിട്ടും അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒന്നാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മറ്റു ആളുകൾക്കൊക്കെ വേഗത്തില് അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് അയക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെന്താണ്? വ്യത്യസ്ത കോണ്ടിനെന്റിൽ ഇരുന്നു കൊണ്ട് ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്താൻ വ്യക്തികളെയും ബിസിനസ്സുകാരെയും അനുവദിക്കുന്ന ഒന്നാണ് ഇമെയിൽ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇമെയിൽ എന്താണെന്നുള്ളത്? എന്താണ്? ഇന്റർനെറ്റില് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇമെയിൽ ആണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഡോക്യുമെന്റ്സുകള്, ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ അല്ലെ
നല്ല രീതിയിൽ നമുക്ക് എന്താ ചെയ്യാം അയക്കാനായിട്ട് സുരക്ഷിതമായിട്ട് അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത കോർഡിനേറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്താണ് ഫലപ്രദമായിട്ട് എന്താണ് വ്യക്തികൾക്കായാലും ബിസിനസ്സുകാർക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് കൈമാറാനായിട്ടുള്ള ഒരു എന്താണ് പറയാ ഒരു ഉപാധിയാണെന്ന് പറയാൻ പറ്റും അല്ലെ ഇമെയിൽ എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ ഇമെയില്? ഇനി നോക്കിയേ, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസ് ലൈക്ക് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് അല്ലെ, സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീംസ് മേക്ക് ഇൻഡിവിജ്വൽസ് ആൻഡ് businesses able to have real-time audio and video conversations. എന്താ പറയുന്നത്, ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഓഡിയോ കോളിംഗ് സർവീസുകളാണ് അല്ലെ. ഏതൊക്കെയാണ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ, സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീംസ് അല്ലെ. അങ്ങനെയുള്ള വീഡിയോ ഓഡിയോ കോളിംഗ് സർവീസുകളാണ് സ്കൈപ്പ്, സൂം, മൈക്രോ ടീംസ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇവ എന്താണ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽസിനായാലും ബിസിനസ്സുകാർക്കായാലും എന്താണ് ലൈവായിട്ട് കോൺവെർസേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അതാണ് വോയിസ് ആൻഡ് വീഡിയോ കോൾസ് എന്ന് പറയുന്നത്. ലൈവായിട്ട് ഇൻഡിവിജ്വൽസിനായാലും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് ആണെങ്കിലും എന്താണ് ബിസിനസ്സുകാർക്കായാലും ലൈവായിട്ട് കോൺവെർസേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കോൺവെർസേഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്, ഇനി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? സോഷ്യൽ മീഡിയ എന്താ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസ്? ഫേസ്ബുക്ക്, പിന്നെ എല്ലാവരും ഫേസ്ബുക്ക് ആണ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, പിന്നെ ഏതൊക്കെയാ, ട്വിറ്റർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ ഓക്കെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ്, അടിയിലൊന്ന് വരച്ചു വെച്ചോളൂ കേട്ടോ. Facebook, Twitter, Instagram, and LinkedIn have changed the way of people communicates and sharing informations. അല്ലെ, സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പല ഇൻഫർമേഷൻസ് അയക്കാം, ഓഡിയോസ്, വീഡിയോസ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട്. These platforms offer a vast reach of communication tool which includes status updates, comments such as direct messaging and audio sharing. അല്ലെ, എന്താണെന്ന് പറയാൻ പറ്റും, ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് പറയാൻ പറ്റും അല്ലെ. കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ എന്താണ് സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് വാട്സപ്പ് ആയാലും FB ആയാലും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കമന്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റും. അതുപോലെ നമുക്ക് എന്താണ് മെസ്സേജുകൾ അയക്കാം, വീഡിയോ ഓഡിയോ ഷെയറിങ് അല്ലെ. അങ്ങനെ പലതും നമുക്ക് അവിടെ അതിലൂടെ മെസ്സേജുകളായാലും വീഡിയോ ആയാലും ഓഡിയോ ആയാലും നമുക്ക് വേറൊരാളിലേക്ക് അയക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്താണ്, സോഷ്യൽ മീഡിയ മേക്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഏബിൾ ടു കണക്ട്, കൊളാബറേറ്റ് ആൻഡ് എൻഗേജ് വിത്ത് ദ ബ്രോഡർ ഓഡിയൻസ്. എന്താ പറയുന്നത്, ഇങ്ങനെ എന്താണ് പരസ്പരം ഇൻഡിവിജ്വൽസ് ആയാലും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കായാലും ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർക്കൊരു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, പരസ്പരം ഒരു കണക്ട് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് അടയാളപ്പെടുത്തി ഒന്ന് വെച്ചോളൂ കേട്ടോ. ഓക്കെ, 3 കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വായിക്കും, നമുക്ക് അടുത്തത് പറയാം.
ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഫോർത്ത് വൺ നോക്കിയേ. ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, Dropbox and OneDrive make ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്താണ് ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അടിയിൽ ഒന്ന് വരച്ച് വെച്ചേ. ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഡ്രോപ്ബോക്സ് ഉണ്ട്, വൺ ഡ്രൈവ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വരയ്ക്കാം കേട്ടോ. Make users able to share and collaborate on documents, image and other files. Cloud storage service provide a convenient and secure way to store and access file from anywhere, fostering seamless communication and collaboration. എന്താ പറയുന്നത്? ഈ ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. എന്തൊക്കെയാണ്? ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഡ്രോപ്പ് ബോക്സ് ഉണ്ട്, വൺ ഡ്രൈവ് ഉണ്ട്. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? ഗൂഗിൾ ഡ്രൈവ് ആയാലും ഡ്രോപ്പ് ബോക്സ് ആയാലും അതുപോലെ തന്നെ വൺ ഡ്രൈവ് ആയാലും എന്തൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് ചെയ്യാനായിട്ട്? ഡോക്യുമെന്റ്സുകള്, ഇമേജസുകള് അതുപോലെയുള്ള മറ്റു ഫയലുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് യൂസേഴ്സിനെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇനി എന്താണ്? ഇതുപോലെ തന്നെ എന്താണ്? തടസ്സങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. തടസ്സമില്ലാതെ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്. അതുപോലെ എന്താണ്? എവിടെ നിന്നും ഫയൽസ് ആക്സസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതിനും ക്ലൗഡ് സ്റ്റോറേജ് ഫലപ്രദമാണ് അല്ലെങ്കിൽ സൗകര്യപ്രദമാണ്. എന്താണ്? എവിടെ നിന്നും ഫയൽസ് ആക്സസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനായിട്ടും ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സൗകര്യപ്രദമാണ്. കിട്ടിയോ അത്? ഇനി ജസ്റ്റ് ഒന്ന് അടിയിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഗൂഗിൾ ഡ്രൈവ് എന്താണ്, ഡ്രോപ്പ് ബോക്സ് എന്താണ്, അതുപോലെ വൺ ഡ്രൈവ് എന്താണ്. ഇത് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഫസ്റ്റ് വൺ ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന സ്റ്റോറേജ് സർവീസസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. എഴുതിയില്ലേ ഗൂഗിൾ ഡ്രൈവ്? ഓക്കെ. ഇനി ഡ്രോപ്പ് ബോക്സ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഡ്രോപ്പ് ബോക്സ്. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അനുവദിക്കുന്നു. അതാണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അനുവദിക്കുന്നതാണ് ഡ്രോപ്പ് ബോക്സ്. ഓക്കെ, ഇതില്ലേ? ഇനി നെക്സ്റ്റ് ആണ് വൺ ഡ്രൈവ്. നിങ്ങളുടെ എല്ലാ ഫയലുകളിലേക്കും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ്. മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ്. നെക്സ്റ്റ് സെന്റൻസ് നോക്കിക്കോളൂ.
ഫയൽ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്നു. ഫയൽ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? കിട്ടാത്തവരുണ്ടോ? എന്തെങ്കിലും പോയിന്റ്? ഓക്കെ അല്ലേ? ഒന്നുകൂടി മിസ് വായിക്കാം. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ബോക്സ് നോക്കിക്കോളൂ. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അനുവദിക്കുന്നതാണ് ഡ്രോപ്പ് ബോക്സ്. ഇനി വൺ ഡ്രൈവ് നിങ്ങളുടെ എല്ലാ ഫയലുകളിലേക്കും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ഫയല് സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആണ് ഫിഫ്ത്ത് പോയിന്റ് നോക്കിയേ. Webinars and online presentation. Internet communication permits for a hosting of webinar and online presentation, where speakers can give up content and interact with the participants in real time. Platforms such as GoToWebinar and WebEx facility instant online events which enables knowledge sharing, training section and product demonstration. എന്താണ് ഈ ഇന്റർനെറ്റ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഇന്റർനെറ്റിലൂടെയാണല്ലേ ഇത് സാധിക്കുന്നത്. ഇന്റർനെറ്റ് ആണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓൺലൈൻ പ്രസന്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? വെബിനാർസ് ഒക്കെ ഓൺലൈൻ പ്രസന്റേഷൻ ഇല്ല. ഓക്കെ. അപ്പൊ ഇന്റർനെറ്റിലൂടെയാണ് ഈ വെബിനാർസ് ആയാലും ഓൺലൈൻ പ്രസന്റേഷൻസ് ആയാലും ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ അവര് എന്തൊക്കെ തരുന്നത്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഒക്കെ തരുന്നത്? അതുപോലെ തന്നെ വെബെക്സ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓൺലൈൻ ഇവന്റ്സ്, അതുപോലെ എന്താണ് നോളജ് ഷെയർ ചെയ്യാൻ പറ്റും, ട്രെയിനിങ് സെഷൻസ്, പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ നമുക്ക് ഇതിലൂടെ ഈ വെബിനാർ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ പ്രസന്റേഷൻ വഴി ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് ഓവറോൾ ആയിട്ട് പറയുന്നത് നോക്കിയേ. കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ ഇന്റർനെറ്റ് ഓഫേഴ്സ് a range of effective, convenient and a dynamic method to link with others, share information and collaborate across distance. The internet has brought people closer together, promoting global connectivity and breaking down barriers of time and location. എന്താ പറയുന്നത്? ഈ ഇന്റർനെറ്റ് വഴി നമ്മൾ പറഞ്ഞിരിക്കുന്ന മുമ്പിലത്തെ പോയിന്റ് തന്നെയാണ് ഇവിടെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് ഇന്റർനെറ്റ് വഴി എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് മൊത്തത്തിലോ ഇന്റർനെറ്റിലൂടെയുള്ള ആശയവിനിമയം മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ലിങ്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വിവരങ്ങൾ പങ്കിടുന്നതിനും സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ വഴിയൊരുക്കുന്നുണ്ട്. ഇതാണ് ചെറിയ രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇന്റർനെറ്റില് നമ്മള് ഗൂഗിൾ ഡ്രൈവ്, എന്താണ് ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ, വരച്ചു വെക്കാം. എന്താണ് ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ് അതൊക്കെ കേട്ടോ. അതുപോലെ തന്നെ എന്താണ് പഠിക്കാനുള്ളത്? എന്താണ് ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? സ്കൈപ്പ്, സൂം, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ടീംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. സൂം, സ്കൈപ്പ് ഒക്കെ. അതുപോലെ സോഷ്യൽ മീഡിയാസ്, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത് നോക്കാം. പിന്നെ വരുമ്പോ നമ്മുടെ ഇവിടെ എക്സലില് വരുന്നത് മറ്റേ NPV ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? ഫിനാൻഷ്യൽ അനാലിസിസിൽ പഠിച്ചില്ലേ? NPV നോക്കാം. അതുപോലെ IRR, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ.
ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ടാബുലർ ഫോർമാറ്റ് നോക്കാം എന്താണെന്നുള്ളത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എക്സൽ ആരാണ്? എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്, മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ എന്താണ്, എന്തിനാണ് എക്സൽ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ മാനേജ്മെന്റ്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ. ഈ 3 കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഇത്രയും വരെ ഡൗട്ട് വല്ലതുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും പഠിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. പഠിച്ചില്ലെങ്കിൽ ഒന്ന് വായിച്ചു വെക്കാം. താങ്ക് യു.